നമസ്കാരം. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘങ്ങൾ ലോകരാഷ്ട്രങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സംഘർഷത്തിൽ വിജയം നേടിയെന്ന് പൊള്ളവാദം മുഴക്കുന്ന പാകിസ്ഥാൻ അട്ടിമറി ഭീതിയിലാണ്. ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഇരന്നുവാങ്ങി ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ സെയ്ദ് അസീം മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. പാകിസ്ഥാന്റെ പരമോന്നത സേനാ പദവിയാണ് ഫീൽഡ് മാർഷൽ. ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ അട്ടിമറിയുണ്ടായേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. പാകിസ്ഥാനിലെ നിലവിലെ ഭരണകൂടത്തിന് ജനകീയ പിന്തുണ ഇല്ലാത്തതും സർക്കാരിനെതിരെ ജനരോഷം ശക്തമാകുന്നതിനും ഇടയിലാണ് സൈനിക മേധാവിക്ക് ഈ പദവി നൽകി ഒപ്പം നിർത്താൻ നോക്കുന്നത്. ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്ത് തന്നെ പാക് സേനയിലെ ഭിന്നത പ്രകടമായിരുന്നു. അസീം മുനീറിനെ സേനയിലെ ഒരു വിഭാഗം അനുസരിക്കാതിരിക്കുകയും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിദ് ഷംഷദ് മിർസിയുടെ കീഴിൽ ഇവർ അണിനിരക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ വഹിച്ച ശ്രേഷ്ഠമായ പങ്കാണ് അസീം മുനീറിനെ സ്ഥാനക്കയറ്റത്തിന് അർഹനാക്കിയത് എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെ സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി പാക് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ജനാധിപത്യം തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നത് അട്ടിമറിക്ക് വഴിയൊരുക്കുമോ? ആ ഭയപ്പാടിലാണോ അസീമിനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഈ പദവി നൽകാൻ? എന്തായാലും ചരിത്രം ഓർത്തെടുക്കാതെ വയ്യ. പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി മാറിയതിനു ശേഷം ഇതിനു മുമ്പ് ആകെ ഒരു ഫീൽഡ് മാർഷൽ മാത്രമാണ് പാക് സൈന്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പാക് സൈനിക മേധാവിയായിരുന്ന ജനറൽ ആയൂബ് ഖാൻ. സൈനിക അട്ടിമറിയിലൂടെ അതേ ആയൂബ് അധികാരം പിടിച്ചെടുത്ത പിന്നീട് പാകിസ്ഥാന്റെ പ്രസിഡന്റായി. അതാണ് ചരിത്രം. ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ വി തോമസ്, മുൻ IB ഉദ്യോഗസ്ഥൻ, ഒപ്പം ശ്രീ ബ്രിഗേഡിയർ വേണു നായർ, റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ എന്നിവർ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, വിദേശകാര്യ നിരീക്ഷകരായ ശ്രീ MS വേണുഗോപാൽ, ശ്രീ ഫക്രുദ്ദീൻ അലി, AM ഷിനാസ് എന്നിവർ കൂടിയാണ് ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം ശ്രീ MS വേണുഗോപാൽ, ഇന്ത്യയുമായുള്ള സംഘർഷം, അതിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ആ ആഘോഷങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, തുടരുന്നുണ്ട്. ഇതിനിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് അതിലേറെ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പരമോന്നതമായ പദവി നൽകുന്നത്. അത് ഇന്ത്യക്കെതിരായ വിജയത്തിനുള്ള സമ്മാനം അല്ലെങ്കിൽ പാരിതോഷികമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എങ്കിലും ആ നിലയിലാണോ സാഹചര്യത്തെ നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടുമല്ല. പാകിസ്ഥാനിൽ പുറമേ സർക്കാർ പറയുന്നത് ഇന്ത്യക്കെതിരെയുള്ള പ്രഹരത്തിന് കൊടുത്ത ഒരു അംഗീകാരമാണെന്നുള്ളതാണ്. പക്ഷേ ആന്തരികമായി പലരും സംസാരിക്കുന്നത്, പട്ടാളത്തിൽ തന്നെ സംസാരിക്കുന്നത്, കുഴിയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച, ഗുഹയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആർമി ജനറലിനാണോ ഇപ്പോൾ ഫീൽഡ് മാർഷൽ പദവി നൽകുന്നത് എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് ആന്തരികമായി പാകിസ്ഥാനിനുള്ളിൽ വലിയ ഭൂകമ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആന്തരികമായി എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലാണ്. ഒന്ന്, ഇപ്പോഴും പാകിസ്ഥാൻ ആർമി ശാന്തമായിട്ടില്ല. പാകിസ്ഥാൻ ആർമിയിലെ ഡിവിഷൻ അതുപോലെ നിൽക്കുകയാണ്. ജനറൽ അസീം മുനീർ ആഗ്രഹിച്ചിരുന്നത് ഒരു നീണ്ട യുദ്ധമാണ്. മിനിമം ഒരു 6-7 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ പോയാലും തിരക്കേടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു യുദ്ധം നീണ്ടു നിൽക്കുകയും അവരയച്ച ഡ്രോണുകൾ കുറേയൊക്കെ ഇവിടെ പതിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം, ഇന്ത്യക്ക് കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ വരുമ്പോൾ ആ പടിപടിയായിട്ട് കടന്ന് അദ്ദേഹം ഫീൽഡ് മാർഷൽ പദവിയേക്കാൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പ്രസിഡന്റ് പദവി തന്നെയാണ്. അതിനുവേണ്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹവും. എന്നാലും ഇപ്പോൾ അയൂബ് ഖാന് ശേഷം ഫീൽഡ് മാർഷൽ പദവി കിട്ടുന്ന ഒരാളായി അവിടെ അവരോധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ താങ്കൾ പറയുമ്പോൾ ആ ആഗ്രഹത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നു എന്നുകൂടി പറയാമല്ലോ. കാരണം ഈ ഭരണകൂടങ്ങൾക്ക് എത്രത്തോളം പാകിസ്ഥാനിൽ ഇതിനു മുമ്പും ഇപ്പോഴും ഒക്കെ സ്വാധീനമുണ്ട്. സൈനിക ശക്തി അതിന് മുകളിലാണല്ലോ എല്ലാ കാലവും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ അടക്കം പറച്ചിൽ അതാണ്. ഷെഹബാസ് ഷെരീഫിന് തൻ്റെ കസേര നിലനിർത്താൻ വേണ്ടി നൽകിയ ഒരു പദവിയാണ് ഈ ഫീൽഡ് മാർഷൽ പദവി എന്നുള്ളതാണ് പൊതുവെ അവിടെ അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയുടെ ആക്രമണ സമയത്ത്
അവിടെ പിന്നെ അണ്ടർഗ്രൗണ്ടിൽ കഴിഞ്ഞ ആളാണ് അസീം മുനീർ. യെസ്. അപ്പോൾ അങ്ങനെ ഒരാളിന് എന്തിന് ഇപ്പോൾ ഈ പദവി കൊടുക്കുന്നു എന്നുള്ള ചിന്ത അവിടെ സാധാരണക്കാരിലും പട്ടാളത്തിലൊരു വിഭാഗത്തിൻ്റെ ഇടയിലും ഉയർന്നു കേൾക്കുക തന്നെയാണ്. ആ ചോദ്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇത് പാകിസ്ഥാനിൽ വീണ്ടും അസ്ഥിരതയ്ക്കുള്ള ഒരു അവസരമാണോ എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ 1947 മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പാകിസ്ഥാന്റെ ആന്തരികമായ പ്രകടനങ്ങളിൽ പലതും ഒന്നുകിൽ മിലിറ്ററിക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി മാത്രമാണ്. അവിടുത്തെ ജനങ്ങളെ എക്കാലവും തഴഞ്ഞിട്ടുണ്ട്. എക്കാലവും അവർ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യക്ക് എതിരായി പ്രതിരോധം നിലനിർത്തുക, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ജനതയെ ഊറ്റിപ്പിഴിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് വലിയ കുത്തകയായി ജീവിക്കാനായിട്ട് അവിടുത്തെ ജനറൽമാരും അവിടുത്തെ പൊളിറ്റീഷ്യനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗതികേടിലാണ് പാകിസ്ഥാനിലെ ജനത ഇന്ന് അഭയാർത്ഥികളെ പോലെ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. ഇതിനു പുറമെ ബലൂചിസ്ഥാന്റെ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഏതാണ്ട് 80% ഭാഗം ബലൂചിസ്ഥാൻ്റേത് ഇപ്പോൾ ബലൂജ് ആർമി, ലിബറേഷൻ ആർമി കൈക്കലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈബർ പസ്തൂണിലാണെങ്കിൽ നിരന്തരം ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. TTBയുടെ ആക്രമണം സഹിക്കവയ്യാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം. ശ്രീ AM ഷിനാസ്, ഇവിടെ ഇതാ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു യുദ്ധവിജയമാണല്ലോ ഇപ്പോൾ ആഘോഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ നടത്തിയത് ഇന്ത്യക്കെതിരായ യുദ്ധമാണ്. പക്ഷേ ആ യുദ്ധ കാലഘട്ടത്തിലടക്കം ഈ സൈനിക മേധാവി എവിടെ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ദൃശ്യങ്ങളിൽ ഒന്നും സൈനിക മേധാവിയെ കാണാൻ സാധിച്ചിരുന്നില്ല. സൈനിക മേധാവി കസ്റ്റഡിയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു. പക്ഷേ മറുഭാഗത്ത് ഇന്ത്യ ആകട്ടെ സൈനിക മേധാവികൾ ഉൾപ്പെടെ, സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്, ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തുന്നതൊക്കെ ലോകത്തിന് കാണാവുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ വാർത്താ ഏജൻസികളുടെ പുറത്തു വന്നതാണ്. മാത്രവുമല്ല വാർത്താ സമ്മേളനങ്ങൾ നിരന്തരമായി വിളിച്ചിരുന്നു. അതിനിടയിലായിരുന്നു ഇത്തരം എവിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. ഇപ്പോൾ ഈ ഭരണകൂടം പറയുന്നത് പോലെ ഇത് ഇന്ത്യ വിരുദ്ധതയ്ക്ക് നൽകിയിട്ടുള്ള ഒരു പ്രൊമോഷൻ, അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? സാധാരണഗതിയിൽ ഈ ഫീൽഡ് മാർഷൽ പദവി നൽകപ്പെടുന്നത് ഒരു വലിയ യുദ്ധവിജയം നേടുന്ന മേധാവികൾക്കാണ്, സൈനിക മേധാവികൾക്കാണ് ഫീൽഡ് മാർഷൽ പദവി. ഇത് യുദ്ധവിജയമല്ല, യുദ്ധപരാജയമാണ്. പക്ഷെ പാകിസ്ഥാനിൽ ഒരു പ്രചാരണം അവർക്ക് മേൽക്കൈ ലഭിച്ചു, അവരാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന മട്ടിൽ പാകിസ്ഥാനിൽ ഉടനീളം, സമൂഹത്തിലുടനീളം പ്രചരിപ്പിക്കുന്നതിൽ കുറെയൊക്കെ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫീൽഡ് മാർഷലായി സ്വയം പ്രഖ്യാപിക്കുന്നത് അയ്യൂബ് ഖാനാണ്. മുഹമ്മദ് അയ്യൂബ് ഖാൻ 1958 ആണ് അയ്യൂബ് ഖാൻ പട്ടാള അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുക്കുന്നത്. 1959 അദ്ദേഹം സ്വയം, അതായത് ഒരു സിവിലിയൻ സർക്കാർ അല്ല, സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. 1958 അദ്ദേഹം അധികാരം പിടിച്ചെടുക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയുടെ കൂടെ വൈകുന്നേരം ചായ കുടിച്ചതിന് ശേഷം പിരിയുകയായിരുന്നു. അർദ്ധരാത്രി ഇസ്കന്ദർ മിർസയുടെ വീട്ടിൽ പാക് സൈനിക ഉദ്യോഗസ്ഥരെത്തി മിർസയോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ രാജിവെക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ബലപൂർവം നിങ്ങളെ നീക്കം ചെയ്യും. ഇസ്കന്ദർ മിർസ രാജിവെച്ചു. അദ്ദേഹത്തെ ക്വറ്റയിലേക്ക് കൊണ്ടുപോയി, പിന്നീട് ലണ്ടനിലേക്ക് നാട് കടത്തി. 1969 9 വരെ അദ്ദേഹം ലണ്ടനിലായിരുന്നു. 1969 അദ്ദേഹം അന്തരിച്ചു. പക്ഷേ ഈ മുഹമ്മദ് അയ്യൂബ് ഖാനും അസീം മുനീറും തമ്മിൽ വളരെ പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ട്. അയ്യൂബ് ഖാൻ പട്ടാള സ്വേച്ഛാധിപതിയായിരുന്നു. 58 മുതൽ 69 വരെ ഭരിച്ചു. 68 തുടങ്ങിയ ജനകീയ പ്രക്ഷോഭത്തിന് ഒടുവിൽ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം അധികാരം മറ്റൊരു പട്ടാള സ്വേച്ഛാധിപതി യാഹ്യ ഖാനാണ് കൈമാറിയത്. പക്ഷേ 1956 പാകിസ്ഥാൻ ഭരണഘടന അനുസരിച്ച് പാകിസ്ഥാനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് നാമകരണം ചെയ്തിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു.
പിന്നീട് അയ്യൂബ് ഖാൻ വന്നപ്പോൾ 1962 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് മാറ്റി റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാക്കി മാറ്റി. മാത്രമല്ല ഇന്ത്യ പോലും ഇന്നേ വരെ തൊട്ടുകളിക്കാൻ തയ്യാറാവാതിരുന്ന ശരീഅത്ത് നിയമം, മുസ്ലിം കുടുംബ നിയമം അദ്ദേഹം ഭേദഗതി ചെയ്തു. ഈ പോളിഗമി, ബഹുഭാര്യാത്വം പോലുള്ള പല കാര്യങ്ങളും ഭേദഗതി ചെയ്തു. മാത്രമല്ല ഇസ്ലാമിനെ ഡീപൊളിറ്റിസൈസ്, ഇസ്ലാമിനെ ഒരു മോഡേൺ സിന്തസിസ് അതായത് ഡീപൊളിറ്റിസൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അതിനുവേണ്ടി കറാച്ചിയിലും ലാഹോറിലും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്ഥാപിച്ചു, ഇസ്ലാമിനെ ആധുനികതയുമായി കൂടുതൽ പൊരുത്തപ്പെടുന്ന മട്ടിൽ. അതുകൊണ്ട് മതവാദികളുടെയും മതമൗലികവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും ഏറ്റവും വലിയ ശത്രു കൂടിയായിരുന്നു അയ്യൂബ് ഖാൻ. അയ്യൂബ് ഖാനെ അവർ സെക്കുലർ പക്ഷപാതിയും വെസ്റ്റേൺ പക്ഷപാതിയുമായി നിരന്തരം വിമർശിച്ചു പോന്നു. അപ്പോ അതേസമയം അസീം മുനീറിന്റെ കാര്യം വ്യത്യസ്തമാണ്. 1986 പാകിസ്ഥാൻ ആർമിയിൽ സിയാഉൽ ഹക്കിന്റെ പീക്ക്, അതായത് സിയാഉൽ ഹക്കിന്റെ പട്ടാള സ്വേച്ഛാധിപത്യത്തിന്റെ ആ ഒരു ഉച്ചസ്ഥായിയിൽ ഇദ്ദേഹം കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അസീം മുനീർ സ്വായത്തമാക്കിയ, സ്വാംശീകരിച്ച ഈ ഒരു മൈൻഡ് സെറ്റ്, ഒരു മനക്കൂട്ട്, ഒരു പ്രത്യയശാസ്ത്ര മനക്കൂട്ട്, പ്രത്യയശാസ്ത്ര പരിസരം മത തീവ്രവാദത്തിൻ്റെതാണെന്ന് പഹൽഗാം ആക്രമണത്തിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. അപ്പൊ അയ്യൂബ് ഖാനും ഈ അസീം മുനീറിന്റെ വാസ്തവത്തിൽ പാക് സർക്കാർ, ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരാണ് നിയമിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ യുദ്ധവിജയമോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയപ്പോൾ പാകിസ്ഥാൻ വളരെ ധീരോദാത്തം ചെറുത്തുന്നതോ ഒന്നുമല്ല, പാകിസ്ഥാൻ സിവിലിയൻ സർക്കാരിന്റെ ഭയാശങ്കകളാണ്. അതായത് ഈ അസീം മുനീർ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തേക്കുമോ എന്നുള്ള ഭയം. കാരണം അസീം മുനീറിന്റെ സ്വഭാവം ഏതാണ്ട് പലരും ആയിഷ സിദ്ദീഖ പാകിസ്ഥാൻ മിലിറ്ററിയെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ച പണ്ഡിതയാണ്. അവരിപ്പോൾ ലണ്ടനിലെ കിങ്സ് കോളേജിലാണ്. അപ്പൊ അവര് ഇൻസൈഡ് പാകിസ്ഥാൻ മിലിറ്ററി ഇക്കോണമി പോലുള്ള ശ്രദ്ധേയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവര് ഈയിടെ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് അസീം മുനീറിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കുറച്ചു മുമ്പുള്ള കാര്യമാണ്, അദ്ദേഹത്തിന്റെ തുല്യ പ്രാധാന്യമുള്ള ആളുകളുടെ ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ അപ്പോൾ തന്നെ പ്രതിഷേധം അറിയിച്ച് പ്രതിഷേധ സൂചകമായി മുറിവിട്ടു പോകുന്ന ഒരു സ്വഭാവക്കാരൻ. പുറമെ ഈ ഒരു തരം മതമൗലികവാദ ലോകവീക്ഷണം മനസ്സിൽ ആവാഹിച്ച വ്യക്തി. അയ്യൂബ് ഖാനും അതുപോലെ അസീം മുനീറും തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പൊ ഇത് വാസ്തവത്തിൽ ഷഹബാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ സിവിലിയൻ സർക്കാരിന്റെ ഭയാശങ്കകളാണ്. അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി തളികയിൽ വെച്ച് നിർത്തി ഒരു കാര്യവുമില്ലാതെ നൽകി. അതോടെ അദ്ദേഹം പട്ടാള അട്ടിമറിക്ക് നിൽക്കില്ല എന്ന് ഒരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നു എന്ന് വേണം കരുതാൻ. ശരി, ശ്രീ കെ വി തോമസ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പ് 1958 ഇത്തരം ഒരു പദവി ലഭിച്ചതിന് ശേഷം എന്തായിരുന്നു പാകിസ്ഥാന്റെ ചരിത്രമെന്ന്. പക്ഷേ ഈ വർത്തമാനകാല സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്തടക്കം പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ ഒരു ഭിന്നതയുണ്ടായിരുന്നു എന്ന് വിലയിരുത്തുമ്പോൾ തീർച്ചയായും അവിടെ അസീം മുനീർ മേധാവി തന്നെയാണ്. പക്ഷേ അസീം മുനീറിനെ അനുസരിക്കാൻ ഒരു വിഭാഗം സൈനികർ തയ്യാറാകുന്നില്ല. ഷംഷദ് മിർസയെയാണ് അവർ പിന്തുണയ്ക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതൊക്കെ വാർത്താ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ശ്രീ ഷിനാസ് സൂചിപ്പിച്ചതുപോലെ ഒരു മത മൗലികവാദിയുടെ സ്വഭാവത്തിൽ സംസാരിക്കുന്ന അസീം മുനീറിനെതിരായ വികാരം കൂടി ആ സേനയിലുണ്ട് എന്ന് പറയുമ്പോൾ 58 വളരെ പെട്ടെന്ന് ഒരു സൈനിക അട്ടിമറിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈനികമായ ഒരു കൃത്യമായ പിന്തുണ അസീം മുനീറിന് ലഭിക്കാൻ സാധ്യതയുണ്ടോ? സൈന്യം തന്നെ രണ്ടായി തിരിഞ്ഞു നിന്നാൽ, ഭിന്നിച്ച് നിന്നാൽ അത് സാധ്യമാകുമോ? കാര്യം പാകിസ്ഥാൻ ഭരണകൂടം എന്നത് എപ്പോഴും ദുർബലമാണ് എങ്കിൽ പോലും. ശ്രീ കെ വി തോമസ്. താങ്ക് യു മിസ്റ്റർ അഭിലാഷ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം പ്രൊഫസർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് തന്നെ
2 കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പറയും. ആദ്യമായി പറയാനുള്ളത് 1958 സ്വയം അധികാരം പിടിച്ചെടുത്ത അയൂബ് ഖാൻ എന്നാണ് ഒരു ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് സ്വയം പ്രഖ്യാപിക്കുന്നത് എന്നത് ഒരു പക്ഷേ 1965 ഇന്ത്യയുമായി നേരിട്ട ഒരു സംഘർഷത്തിന് ശേഷം പാകിസ്ഥാന് തിരിച്ചടി ലഭിക്കുകയും ആ തിരിച്ചടിയിൽ നിന്നും വിമോചനം നേടാൻ വേണ്ടി പാക് ജനതയുടെ വിശ്വാസം വീണ്ടും ആർജിക്കുവാൻ വേണ്ടി അയൂബ് ഖാൻ ഫീൽഡ് മാർഷലായി സ്വയം പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാന് നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി അതിൻ്റെ ചുക്കാൻ പിടിച്ച ജനറൽ അസീം മുനീർ സ്വയം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇന്ന് അധികാരത്തിലിരിക്കുന്ന സബാഷ് ഷെറീഫിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി ഒരു ഫീൽഡ് മാർഷലായി അവതരിച്ചിരിക്കുകയാണ്. അതെ, ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1958 അല്ലെങ്കിൽ 65 കാലഘട്ടത്തിൽ അയൂബ് ഖാനും അതിനുശേഷം സിയാഉൽ ഹക്കും പാകിസ്ഥാനിൻ്റെ അധികാര ശ്രേണിയിൽ എത്തിയിരുന്ന ഒരു കാലത്തെ ഒരു സൈനിക സംവിധാനമല്ല ഇന്ന് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അസീം മുനീർ മതമൗലവാദികളുടെ സഹായത്തോടു കൂടി തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് ശ്രമം നടത്തുന്ന ഒരു ശ്രമത്തിൽ പാകിസ്ഥാൻ ആർമിയിലെ താഴെക്കിടയിലും അല്ലെങ്കിൽ മധ്യശ്രേണിയിലുമുള്ള ഒരു പറ്റം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈനികർ അസ്വസ്ഥരാണ്. അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായത് 2021-22 കാലഘട്ടത്തിൽ കോർട്ട് മാർഷലിന് വിധേയമാക്കിയ ലഫ്റ്റനന്റ് ജനറൽ ഫയീസ് ഹമീദിൻ്റെ ചരിത്രം. പാകിസ്ഥാൻ ഇന്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ മേധാവിയായി 2017 ശേഷം 2021 കാലഘട്ടം വരെ അതിൻ്റെ എല്ലാ അധികാരങ്ങളും നേടിക്കൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രതിമ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പില്ലറായി ശോഭിച്ചിരുന്ന ഫയാസ് ഹമീദിനെ കോർട്ട് മാർഷലിന് വിധേയമാക്കി. എന്താണ് ഫയാസ് ഹമീദിനെതിരായിട്ടുള്ള ചാർജുകൾ? ഒരുപക്ഷെ അസീം മുനീറും ഭരണാധികാരികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചാർജുകൾക്കുപരിയായി തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അന്തർധാരകൾ, അതിനുള്ളിൽ നിന്ന് നിലനിൽക്കുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹമീദിൻ്റെ കോർട്ട് മാർഷൽ. പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ISIക്കെതിരായിട്ട് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ISIയുടെ അധികാര ശ്രേണിയിൽ ഇരുന്ന ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെതിരായി നടക്കുന്ന ഏറ്റവും ആദ്യത്വമായ ഈ സംഭവമാണ് ലഫ്റ്റനന്റ് ജനറൽ ഫയീസ് ഹമീദിൻ്റെ കോർട്ട് മാർഷൽ. ISIയെ വെറുപ്പിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിനും പാകിസ്ഥാനിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കാലാകാലമായിട്ടുള്ള അതിൻ്റെ ചരിത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്നുകൂടി നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടതാണ്. പാകിസ്ഥാനിൻ്റെ പ്രതിപക്ഷ കക്ഷിയായ പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫ് പാർട്ടി, ഇമ്രാൻഖാൻ്റെ പാർട്ടി സൈന്യത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നല്ല ബന്ധങ്ങൾ സൈന്യത്തിൻ്റെ ഉള്ളിൽ തന്നെ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുറിയേറിപ്പാറ്റ BM കുട്ടി എന്നറിയപ്പെടുന്ന ബിയാത്തുൾ മൊഹീദ്ദീൻ കുട്ടിയുടെ ചില വെളിപ്പെടുത്തലുകളാണ്. 1947 ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു അനിഷേധ്യ ഘടകമായി മാറുകയും ചെയ്ത BM കുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ ഇവിടെ പ്രസക്തമാണ്. BM കുട്ടി എന്താണ് പറയുന്നത്? പാകിസ്ഥാനിലെ സുൽഫിക്കർ അലിയുടെ ഫോട്ടോയും ബനാസിർ ഫോട്ടോയുടെ കാലത്തും പാകിസ്ഥാൻ മുസ്ലിം ലീഗും അല്ലെങ്കിൽ പാകിസ്ഥാൻ നവാബി പാർട്ടിയുമായി ബന്ധം പുലർത്തിയിരുന്ന BM കുട്ടി പറയുന്നത് ഒരു ഭരണാധികാരിക്കും സൈനിക സഹായമില്ലാതെ പാകിസ്ഥാനിൽ ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു തരുണത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നിന്നും കനത്ത പ്രഹരം നേപിച്ച ഓപ്പറേഷൻ സിന്ദൂരിന്റെ കനത്ത പ്രഹരമേറ്റ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ന് ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ചഞ്ചലചലിതരായി അന്തർദേശീയ തലത്തിലും ആഭ്യന്തരവുമായി പ്രശ്നങ്ങളുടെ ഉൾക്കടലിൽ അതിൻ്റെ ഒരു ഉൾച്ചുഴിയിൽപ്പെട്ട് വലയുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന വിഫലമായ ഒരു ചില ശ്രമങ്ങളാണ് ഇന്ന് ഫീൽഡ് മാർഷലായി അവരോധിക്കപ്പെട്ടിട്ടുള്ള അസീം മുനീറിന്റെ കഥ. ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച പോലെ തന്നെ കാലാകാലങ്ങളിൽ പാകിസ്ഥാൻ ആഭ്യന്തരപരമായി നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി, ആ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി അതിൻ്റെ ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ ഇന്ത്യക്കെതിരായി നടത്തുന്ന ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് നമ്മൾക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ.
അതൊരു മോണോലിത്തിക് അല്ലെങ്കിൽ വളരെ ഐക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സൈനിക സംവിധാനമല്ല ഇന്ന് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചയുടെ വിഷയമായത് തന്നെ ഒരു അട്ടിമറിയിലേക്ക് അത് വഴി തെളിക്കുമോ എന്നുള്ള വളരെ സംക്ഷിപ്തമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിന് ആന്തരികമായും ആഭ്യന്തരമായും നിരവധി പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പക്തൂണിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യയിൽ നിന്ന് നേരിട്ടിട്ട ഓപ്പറേഷൻ സിന്ദൂരിന്റെ ശക്തമായ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാൻ ജനതയുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി നടത്തുന്ന ചില നാടകീയമായ പ്രവർത്തനങ്ങളായി മാത്രമാണ് ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. അതാണ് ബ്രിഗേഡിയർ വേണു നായർ. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഏറ്റ കനത്ത തിരിച്ചടി, അതിന്റെ ജാള്യത മാറ്റുന്നതിനെ എന്ന് പറയുന്നു. മാത്രമല്ല നമുക്കറിയാം ഒരു സമയത്ത് 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്നു. ആ സമയത്ത് അവിടുത്തെ വ്ളോഗർമാരുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാ മസൂദ് അസറിന്റെ തറവാട് സുബാനല്ല മർക്കസ് സുബാനുള്ള തകർത്തിരിക്കുന്നു, എവിടെയാണ് നമ്മുടെ സൈന്യം എന്നൊക്കെയായിരുന്നു ആ വ്ളോഗർമാർ അതിലൂടെ ചോദിച്ചത്. അതിനുശേഷവും നമ്മൾ കണ്ടതാണല്ലോ എവിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി, സൈന്യത്തിനകത്ത് തന്നെ ഭിന്നത നിലനിൽക്കുന്നോ എന്ന ചോദ്യം. ഇതൊക്കെ വിട്ടേക്കൂ, ഇപ്പോഴും നമുക്കറിയാം പാകിസ്ഥാനിലെ തീവ്രവാദ നേതാക്കൾ ISIയുടെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഒക്കെ കൃത്യമായ സംരക്ഷണത്തിൽ ആണ് കഴിയുന്നത്. ഈ അന്ന് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം നടത്തിയ മരണാനന്തര ചടങ്ങിൽ ISIയുടെയും പാക് സൈന്യത്തിൻ്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ അബു സൈഫുള്ള ഖാലിദ് കൊല ചെയ്യപ്പെടുന്നത്. ആമിർ ഹംസ എന്ന ലഷ്കർ ഇ തോയ്ബയുടെ സഹസ്ഥാപകൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ എന്നുള്ളതാണല്ലോ പുറത്തു വരുന്ന വിവരം. അപ്പോൾ സൈന്യത്തിനോ ISIക്കോ ഒന്നും സുരക്ഷ പോലും നൽകാൻ സാധിക്കുന്നില്ല അവിടുത്തെ തീവ്രവാദികൾക്ക്. ആ ചോദ്യവും വിമർശനവും അവിടുത്തെ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിജയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പദവി നൽകുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടും അഭിലാഷ് അടക്കം എല്ലാവർക്കും എൻ്റെ ജയ് ഹിന്ദ്. പാകിസ്ഥാനെ പറ്റി വളരെ രസകരമായ ഒരു ഒബ്സർവേഷൻ ആളുകൾ പറയാറുണ്ട്. അതിതാണ്, പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റാലും പാകിസ്ഥാൻ ആർമി ജയിക്കുമെന്നാണ് പറയുന്നത്. വളരെ ദയനീയമായ പരാജയങ്ങൾ നമ്മൾ 71-ലും 99-ലും കാർഗിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും കാര്യമായ മാറ്റങ്ങളൊന്നും പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് പാകിസ്ഥാൻ ആർമിക്കെതിരായിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഈ ലേറ്റസ്റ്റ് കോൺഫ്ലിക്റ്റ് വന്നത് മെയ് 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ 10 വരെ നടന്ന സംഭവങ്ങളെന്ന് നോക്കിയാൽ ഏത് വിധത്തിലാണ് പാകിസ്ഥാന് ജയമുണ്ടായിരിക്കുന്നത്? ഏത് മാനദണ്ഡങ്ങൾ നോക്കിയാലും പാകിസ്ഥാൻ ആണ് അമ്പേ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ. അതെന്നാണ് ലോകം മനസ്സിലാക്കിയതാണ്. അതിനുള്ള പ്രൂഫായിട്ട് നമ്മൾ സാറ്റലൈറ്റ് പിക്ചേഴ്സ് അടക്കം നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി നേവൽ ആൻഡ് എയർ ഓപ്പറേഷൻസ് അവർ ഓരോ ദിവസവും വൈകുന്നേരം അവരുടെ ന്യൂസ് ബ്രീഫിങ്ങിൽ നിന്ന് ലോകം കണ്ടതാണ്, നമ്മൾ മാത്രമല്ല. ആക്ച്വലി ഇതിൻ്റെ ആദ്യത്തെ പ്രൂഫൊക്കെ വരുന്നത് അവരുടെ പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിന് അവിടെ പോയിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ആധികാരികമായിട്ട് നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് അതിൻ്റെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് നമ്മൾ കാണിച്ചത്. ദ ഫോട്ടോഗ്രാഫ് ബിഫോർ ദ സ്ട്രൈക്ക് ആൻഡ് ആഫ്റ്റർ ദ സ്ട്രൈക്ക്. അപ്പോൾ പ്രീഷ്യസ് സ്ട്രൈക്ക് ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ അതിരാവിലെ വെളുപ്പിന് ബിറ്റ്വീൻ 1 and 1:30 ഇടയ്ക്കാണല്ലോ ഉണ്ടായത്. നമ്മൾ ആഗ്രഹിച്ച ഈ ഭീകരരുടെ താവളങ്ങളും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും അവരറിയുക പോലും ചെയ്യാതെ നമ്മൾ നശിപ്പിച്ചു. പ്രൈം മിനിസ്റ്റർ ഷെരീഫ് പറഞ്ഞത് എന്നെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വിളിച്ച് രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് എന്നോട് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലോട് കൂടി തന്നെ നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന എത്തങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ 2 ദിവസങ്ങളിൽ അവർ നമ്മുടെ 26 സ്ഥലങ്ങൾ ആക്രമിച്ചു, ഇൻക്ലൂഡിങ് 11 എയർഫീൽഡ്സ്. ഒന്നും അവർക്ക് വിജയം ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ ട്യൂബ്
വളരെ കുറച്ച് ഡാമേജുകൾ, അത് ഏതായാലും ടു വേ വാറിൽ ഉണ്ടാകുന്ന ഒരു ടു വേ കോൺഫ്ലിക്റ്റ് ആണിത്. അത് ഉണ്ടാകുന്നത് അത് കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. അതിനെതിരായിട്ട് നമ്മൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ടോട്ടലി ഡൗൺ ആക്കി അവരുടെ 11 എയർഫീൽഡുകളിൽ നമ്മൾ അവരുടെ എയർഫീൽഡ് ഇനോപ്പറേറ്റീവ് ആക്കി. അവരുടെ ന്യൂക്ലിയർ ആർസനലുള്ള സ്ഥലങ്ങളിൽ എൻട്രൻസും അതൊക്കെ അവിടെ വരെ നമ്മളെത്തി. അപ്പോൾ ഒരു രീതിയിലും ഒരു മാനദണ്ഡത്തിലും അവർ ജയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊമോഷൻ എന്തിനാണ് മുനീറിന് കൊടുത്തതെന്ന് നോക്കുകയാണെങ്കിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഗവൺമെന്റിന് ഉള്ള ഒരു പിടി. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ജനതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം അവർ പറയുന്ന കാര്യം ഇതാണ്: 26 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചു, അതിൽ കണ്ടമാനം നമ്മുടെ ഫ്രണ്ട് ലൈൻ എയർക്രാഫ്റ്റ്സ് നശിപ്പിക്കാൻ പറ്റി, നമ്മുടെ ജനവാസങ്ങളിൽ കാഷ്വാലിറ്റി ഉണ്ടാക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതെല്ലാം വളരെ മിനിമലായിരുന്നുള്ളതിന് ഫോട്ടോഗ്രാഫിക് എവിഡൻസ്, അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫിക് എവിഡൻസോ എനി എവിഡൻസ് ഒരിടത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ പാകിസ്ഥാൻ ജനതയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത ഒന്നും അവർക്ക് കാലങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടില്ല. ഇന്ത്യയായിട്ടുള്ള ഏത് കോൺഫ്ലിക്റ്റിനാണെങ്കിലും അവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇത് 65-ലും സംഭവിച്ചത് ഇത് തന്നെയാണ്. 65 വാറിൽ അവരുടെ വിചാരം അവർ നമ്മളെ തുപ്പച്ചു എന്നുള്ളതാണ്. വാസ്തവം പറഞ്ഞാൽ ഒരു 15,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് നമ്മൾ പിടിച്ചപ്പോൾ അവിടെ 500 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് അവർ പിടിച്ചെടുത്തത്. പക്ഷേ താഷ്കണ്ട് ഉടമ്പടിയോട് കൂടി നമ്മൾ അത് വിട്ടുകൊടുത്തു. അവരും അത് പറയുന്നത് സെപ്റ്റംബർ 6 ഡിഫൻസ് ഓഫ് പാകിസ്ഥാൻ ഡേ അവരുടെ വിജയം പോലെയാണ് അവർ ആഘോഷിക്കുന്നത്. അതുപോലെ അതിന്റെ ഒരു ബെറർ ഇമേജ് ആണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഇത് പാകിസ്ഥാനികളെ സന്തോഷിപ്പിക്കാനാണ്. പിന്നെ മുനീറിന്റെ ഇപ്പോൾ ഹിസ് അക്സെപ്റ്റബിലിറ്റി വിത്തിൻ ദ ആർമി, അദ്ദേഹം വാസ്തവം പറഞ്ഞ പാകിസ്ഥാൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്നുള്ള ഒരു ഓഫീസർ അല്ല. അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മംഗലയിൽ നിന്നാണ്. അപ്പോൾ അതൊരു സെക്കൻഡ് റേറ്റ് ഓഫീസേഴ്സ് ആയിട്ടാണ് പെടുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് മൂലമുള്ള ഈ ഒരു അഭിവൃദ്ധിയും ഈ പ്രൊമോഷനും ഒക്കെ ഒരു നല്ല വിഭാഗം ഓഫീസേഴ്സിന് ഇഷ്ടമാവുകയില്ല എന്നുള്ളത് ഇപ്പൊ നമ്മുടെ പാനലിലുള്ളവരും ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ മുല്ല മുനീർ എന്നാണല്ലോ ഇദ്ദേഹത്തെ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഖുറാൻ ബൈ ഹാർട്ട് ആയിട്ട് അറിയാമെന്നുള്ളതാണ്. അത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പ്ലേസ് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. തീർച്ചയായും അദ്ദേഹം പലപ്പോഴും സൈനികരെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് ആ നിലയിൽ തന്നെയാണ്, ഒരു സൈനിക മേധാവിയുടെ പശ്ചാത്തലത്തിൽ അല്ല. ഇവിടെ വേണുഗോപാൽ സാറ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാക് ഭീകരത തുറന്നു കാട്ടുന്നതിന് സർവകക്ഷി സംഘങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്, വിവിധ ലോകരാഷ്ട്രങ്ങളെ ഇക്കാര്യം ധരിപ്പിക്കാൻ. ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുക, ഇത്തരം വിഷയങ്ങളിൽ അത് ഏത് രാഷ്ട്രവുമാകട്ടെ ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ ആ സംഘർഷ സമയത്ത് തന്നെ കണ്ടത് അതായിരുന്നില്ല. അവിടെ വളരെ കൃത്യമായി പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവുമായി എത്തുന്നു എന്ന് മാത്രവുമല്ല, തെരുവിലേക്ക് ഇറങ്ങിയ സാഹചര്യമുണ്ടാകുന്നു, അങ്ങനെ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. അപ്പോൾ ഭരണകൂടത്തിന് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം, സൈന്യത്തിൻ്റെ കരുത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം, ആഭ്യന്തരമായ സംഘർഷങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇങ്ങനെ വലിയ പ്രതിസന്ധിയാണല്ലോ പാകിസ്ഥാൻ നേരിടുന്നത്. അതിനിടയിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുള്ളത്. അതാകട്ടെ സൈന്യത്തിന് അമിതാധികാരം നൽകുകയാണ്, പാകിസ്ഥാനിലെ പൗരന്മാരെ വിചാരണ ചെയ്യാം എന്നുള്ളതാണ് സൈന്യത്തിന്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ നടപടികൾ പാകിസ്ഥാന്റെ ജനാധിപത്യത്തെ തന്നെ, ജനാധിപത്യം എന്നൊക്കെ എത്രത്തോളം വിശേഷിപ്പിക്കാമെന്നതിന് സംശയമുണ്ട്, എങ്കിൽ പോലും അതിനെ കൂടെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുമോ? പാകിസ്ഥാൻ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പല കാരണങ്ങളാൽ. ഒന്ന്, ജനങ്ങൾ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ വേണ്ടി മുറവിളി നടത്തിക്കൊണ്ട് ഒരു സൈഡിൽ നിൽക്കുന്നു. മിലിറ്ററി ആവട്ടെ ശരിക്കും പറഞ്ഞാൽ അസീം മുനീറിൻ്റെ കൂടെ അല്ല നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷെഹബാസ് ഷെരീഫിൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ അസീം മുനീറിനെ തഴഞ്ഞുകൊണ്ട് ഷംസാദ് മിർസയെ കൊണ്ടുവന്ന്
തലപ്പത്തിരുത്തി ഭരണം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീടൊരു ഇൻഫർമേഷൻ കിട്ടി, ഈ മുനീർ വന്നു കഴിഞ്ഞാൽ മിർസ വന്നു കഴിഞ്ഞാൽ ഈ ഇമ്രാനെ പുറത്തുവിടാൻ ചിലപ്പോൾ നിർദ്ദേശിക്കും. അങ്ങനെ വന്നാൽ തൻ്റെ കസേര പിന്നെയും ഇളക്കം വരും. ഇമ്രാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം അതിരൂക്ഷമായി വരികയും ഈ ആർമിയെയും ഗവൺമെൻറ്റിനെയും ഒക്കെ വിലവെക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോയി അദ്ദേഹം വരികയും ചെയ്യുമെന്നുള്ള ഭയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അസീം മുനീറിനെ ഇങ്ങനെ ഒരു ഫീൽഡ് മാർഷലാക്കി നിർത്താനായിട്ട് പ്രേരിപ്പിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം, അദ്ദേഹം തീവ്രവാദികളുടെ കൂട്ടുകെട്ടിലാണ് ശക്തി പ്രാപിച്ചിരുന്നത്. ഇപ്പോൾ ആ തീവ്രവാദി ഗ്രൂപ്പുകളെല്ലാം തന്നെ ഭയചകിതരായിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യ 9 കേന്ദ്രങ്ങൾ, തീവ്രവാദി കേന്ദ്രങ്ങൾ തകർത്തു എന്നത് മാത്രമല്ല, ഇപ്പോൾ ഒന്നൊന്നായി തീവ്രവാദികൾ പലയിടത്തും മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ പാകിസ്ഥാൻ ആർമിയിലൊട്ടും വിശ്വാസമില്ല. അവരവിടെ പാകിസ്ഥാനിൽ സുരക്ഷിതമല്ല, വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലുമാണ് നിൽക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് പാകിസ്ഥാനിൽ ശരിയായ രീതിയിൽ ആർക്കും ഒരു മേൽക്കോയ്മ ഇല്ലാത്ത അവസ്ഥയാണ്. ഷഹബാസ് ഷെരീഫ് ആണെങ്കിൽ പൂർണ്ണമായ ഒരു പാവയായി മാറിയിരിക്കുന്നു. അവിടുത്തെ സുപ്രീം കോടതിയാണെങ്കിൽ ആർമിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കുന്ന ഒരു കോടതിയായി മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കോടതിയും ഒരു കാലത്തും പ്രഖ്യാപിക്കാത്ത ഒരു സംഗതിയാണ് സിവിലിയനെ പട്ടാളക്കാർക്ക് വിചാരണ ചെയ്യാൻ. അതായത് സ്വന്തം പവറാണ്. ഒരു സുപ്രീം കോടതി അതിൻ്റെ സ്വന്തം പവറിനെ മിലിറ്ററിക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അത് ഏതെങ്കിലും കോടതികൾ ഏതെങ്കിലും രാജ്യത്ത് ചെയ്യുമോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അത് പാകിസ്ഥാനിൽ സുപ്രീം കോടതി വരെ ആർമിക്ക് കീഴടങ്ങി കൊടുക്കുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ പ്രക്ഷോഭങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസാഫ് തെരീഫിൻ്റെ ഈ തെഹ്ലീഗ് തെരീഫിൻ്റെ ഇൻസാഫ് എന്ന് പറഞ്ഞ പാർട്ടി വളരെയധികം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭങ്ങളെയൊക്കെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ആർമിക്ക് അല്ലെങ്കിൽ ജനറൽ മുനീറിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നതാണ് ഈ നിയമം. ഇത് ഒരു കരാള നിയമമാണ്. ശരിക്ക് ഒരു അടിയന്തരാവസ്ഥ തന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയേക്കാൾ മോശമായ ഒരു കിരാത ഭരണമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു പട്ടാള മേധാവി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രക്ഷോഭത്തെയോ അല്ലെങ്കിൽ ഒരു ജനകീയ ശബ്ദത്തെയോ നിമിഷങ്ങൾ കൊണ്ട് നിശബ്ദമാക്കി ജയിലിലടയ്ക്കാനോ വെടിവെച്ച് കൊല്ലാനോ ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. അതായത് ഈ സൈന്യത്തിനകത്ത് തന്നെ ഭിന്നതയുണ്ടെങ്കിൽ പോലും ഒരു അട്ടിമറിയിലേക്ക് പോയാൽ സ്വാഭാവികമായും ആ വിഭാഗത്തെ വളരെ പെട്ടെന്ന് അടിച്ചൊതുക്കാനും സാധിക്കും അല്ലേ? അത് സാധിക്കും. പക്ഷേ അതിനുള്ള ഒരു മുൻകൈ കൊടുക്കേണ്ടത് ഷഹബാസ് ഷെരീഫ് ആയിരുന്നു. ഷഹബാസ് ഷെരീഫിന് ഇപ്പോൾ വേണമെങ്കിൽ തൻ്റെ സ്ഥാനത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന, തന്നെ നിഷ്കാസനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അസീം മുനീറിനെ വേണമെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ പേരിൽ, അതിൽ വന്ന അപാകതകളുടെ പേരിൽ വേണമെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കാമായിരുന്നു. എങ്കിൽ പാകിസ്ഥാൻ ആർമിയിലെ ഏതാണ്ടൊരു വലിയ വിഭാഗം തന്നെ അദ്ദേഹത്തിനോടൊപ്പം നിന്നേനെ. പക്ഷെ അതിന് അദ്ദേഹം മുതിരാതിരുന്നത് ഈ മിർസ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ പാകിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാനെ പുറത്തിറക്കണം എന്ന പാകിസ്ഥാൻ ആർമിയിലെ തന്നെ ഒരു വലിയ വിഭാഗത്തിന്റെ ശബ്ദത്തിന് അനുകൂലമായി നിന്ന് ഈ ഷഹബാസ് ഷെരീഫിനെ വെട്ടിലാക്കുമോ എന്ന ഭയമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി വിശ്വസ്തനാക്കിയ അസീം മുനീറിനെ ഒപ്പം നിർത്തുക. വിശ്വസ്തനല്ലെങ്കിലും തൽക്കാലത്തേക്ക് തന്റെ കൂടെ നിർത്തിക്കൊണ്ട് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയാൽ കൂടുതൽ അപകടം വരാതിരിക്കുന്നത് ഈ ഫീൽഡ് മാർഷൽ പദവി കൊടുത്ത് സർവ്വസൈന്യാധിപനാക്കി അങ്ങനെ പട്ടാള പ്രസിഡന്റിന് തുല്യമായ പദവിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയാൽ അതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. തീർച്ചയായും ശ്രീ ഷിനാസ്, താങ്കൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ എന്നത് പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു തലവേദനയായിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈന്യത്തിന് അവിടെ ഒരു നിയന്ത്രണവും ഇല്ല എന്നാണ് മിറിയാർ ഉൾപ്പെടെ ഉള്ള നേതാക്കൾ പറയുന്നത്. അതുമാത്രവുമല്ല, ഇന്ത്യ പിന്തുണച്ചാൽ ഇന്ത്യക്കൊപ്പം നിൽക്കാം, ബംഗ്ലാദേശ് പോലെ ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്, സൈന്യം തന്നെ പിൻവാങ്ങി ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റൂ എന്നൊക്കെ അവിടെ ബലൂചിസ്ഥാനിൽ നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണല്ലോ ഈ ഷഹബാസ് ഷെരീഫിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം
അവിടെ ഉണ്ടാകുന്ന പശ്ചാത്തലം. അപ്പോൾ അതിനെയും ഇല്ലാതാക്കുക, ബലൂജ് വാദത്തിന് മറുപടി നൽകുക, അങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ടോ ഷഹബാസിന്? ബലൂചിസ്ഥാൻ പ്രശ്നം 1948 ബലൂചിസ്ഥാൻ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതിൽ തന്നെ അക്കാലത്ത് തന്നെ ബലൂചിസ്ഥാനിൽ എതിർപ്പുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അതേസമയം പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള പ്രവിശ്യയുമാണ് ബലൂചിസ്ഥാൻ. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ ധാതു സമ്പത്തിൽ, അതായത് മറ്റ് സമ്പത്തിൽ വളരെയധികം കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുള്ള പ്രവിശ്യയുമാണ്. അപ്പോ ബലൂചിസ്ഥാൻ വിഘടനവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെക്കാൾ എത്രയോ പിന്നാക്കാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോ ഈ രീതി, പക്ഷെ ബലൂചിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അങ്ങനെ ഒരു താരതമ്യം ഇല്ല. കാരണം ബംഗ്ലാദേശിൽ 1971 കാലത്ത് വംശഹത്യ സമാനമായിട്ടുള്ള കൂട്ടക്കൊലയാണ് പാക് സൈന്യവും അവിടുത്തെ മതരാഷ്ട്രീയ പാർട്ടികളും കൂട്ടുചേർന്ന് നടത്തിയത്. ഇന്ത്യയിലേക്ക് 10 ദശലക്ഷം അഭയാർത്ഥികളായെത്തി, 1 കോടി പരം. അപ്പോ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന, വലിയ ദൂരത്തിൽ അതിർത്തി പങ്കിടുന്ന രാഷ്ട്രം കൂടിയാണ് ബംഗ്ലാദേശ്. അതേസമയം ബലൂചിസ്ഥാൻ ഇന്ത്യയുമായി അങ്ങനെ അതിർത്തി പങ്കിടുന്നതല്ല, അഭയാർത്ഥികൾ പ്രവഹിച്ചിട്ടില്ല. ബലൂചിസ്ഥാൻ പ്രശ്നത്തിൽ ഇന്ത്യ എക്കാലവും ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന, പാകിസ്ഥാൻ ഭരണകൂടം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി ഇന്ത്യ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബലൂച്ച് വിഘടനവാദത്തെ ഒരിക്കലും ഇന്ത്യ ഓപ്പൺ ആയിട്ട് പിന്തുണച്ചിട്ടില്ല പരസ്യമായി. കാരണം ഇത് പാകിസ്ഥാന് കാശ്മീർ പ്രശ്നത്തിൽ ഒരു തുരുപ്പ് ചീട്ടായി മാറും. കാശ്മീർ വിഘടനവാദത്തെ സമീകരിക്കാൻ ഉതകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ബലൂച്ച് പ്രശ്നത്തിൽ ഇന്ത്യ ഇടപെടാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിന്ധു കനാൽ പാകിസ്ഥാൻ ആർമിയുടെ ഒരു പെറ്റ് പ്രൊജക്ട് ആണ്. അതിനെതിരെ ജനങ്ങൾ തെരുവിലാണ് ഇറങ്ങി. കഴിഞ്ഞ ദിവസം വെടിവെപ്പുണ്ടായി, 2 പേർ കൊല്ലപ്പെട്ടു. അപ്പോ സിന്ധു നദീജലം പാക് പഞ്ചാബിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പദ്ധതിയാണ്. അത് സിന്ധി നാഷണലിസം, ഒരു സിന്ധി നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ട്, അതിന്റെ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അപ്പം സിന്ധിൽ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ അവിടെ തഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന താലിബാന്റെ ഒരു വകഭേദം പാക് സൈന്യത്തിനെതിരെ ഇപ്പോൾ ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയാണെന്ന് സംശയിക്കപ്പെടുന്നു ഒരു പാക് സൈന്യം നടത്തുന്ന സ്കൂളിലേക്ക് പോകുന്ന ബസ്സിനെ ആക്രമിച്ച് കുട്ടികളെ കൊലപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി പാക് സൈനികരെയും പോലീസിനെയുമാണ് കൊലപ്പെടുത്താറുള്ളത്. പിന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയെ നമുക്ക് നേരിട്ട് പിന്തുണക്കാൻ പറ്റാത്തതിന്റെ കാരണം ബലൂച്ച് ലിബറേഷൻ ആർമി ഇറാന്റെയും ഒരു പ്രശ്നമാണ്. ബലൂചിസ്ഥാനിലൂടെയാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഇടനാഴി കടന്നു പോകുന്നത്. ബലൂചിസ്ഥാൻ തന്ത്രപ്രധാനമാണ് ചൈനക്കും. അപ്പൊ ആ രീതിയിൽ ബലൂചിസ്ഥാനിലെ വിഘടനവാദത്തെ വളരെ പ്രത്യക്ഷമായി ഇന്ത്യ പിന്തുണച്ചാൽ അത് ഇന്ത്യക്ക് ബൂമറാങ് പോലെ കാശ്മീരിൽ ആ രീതിയിൽ തിരിച്ചടി, കാശ്മീരിലെ വിഘടനവാദത്തെ അവർക്ക് സമീകരിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ബലൂചിസ്ഥാനിൽ ഇതുവരെയായി ഇന്ത്യ ഇടപെട്ടു പോകുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളിൽ എല്ലാ ഇന്ത്യൻ സർക്കാരുകളും മൂന്നുന്നു. അതേസമയം വളരെ പ്രത്യക്ഷമായി ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ ഇന്ത്യ പിന്തുണക്കുന്നുമില്ല. ശ്രീ കെ വി തോമസ്, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ബലൂചിസ്ഥാന് ഇന്ത്യയുടെ ഒരു പരസ്യമായ പിന്തുണ ഉണ്ടാവുക എന്നത് പ്രതീക്ഷിക്കേണ്ട ഒന്നല്ല. പക്ഷെ ബലൂജികൾ സ്വന്തം ഒരു രാജ്യം എന്ന പ്രഖ്യാപനത്തിലേക്ക് ഉറച്ചു നിൽക്കുന്നു. 80% നിയന്ത്രണം പാക് സൈന്യത്തിന് അവിടെ നഷ്ടമായി എന്ന് ബലൂച്ച് നേതാക്കളടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുന്നു, ഇന്ത്യ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഇന്ത്യയുടെ നിലപാട് എന്തുമാകട്ടെ, ഇന്ത്യ പിന്തുണയ്ക്കുവാനുള്ള സാഹചര്യം തള്ളിക്കളയുമ്പോഴും ബലൂചിസ്ഥാൻ എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഭ്യന്തര പ്രശ്നമായി നിൽക്കുന്നു. തെഹ്രീക്ക് താലിബാൻ
കൃത്യമായി അവരുടേതായ ആശയങ്ങളുമായി പോകുന്നു. അതും പാകിസ്ഥാന്റെ സർക്കാരിനെതിരായി നിലനിൽക്കുന്നു. അതിനിടയിലായിരുന്നു പഹൽഗാമിൽ ആക്രമണം ഉണ്ടാവുകയും അവിടെ ഇന്ത്യക്ക് നേരെ ഈ ശ്രദ്ധയെല്ലാം തിരിച്ചുവിടുന്നതിന് വേണ്ടി ആക്രമണം നടത്തിയത്. പക്ഷേ അതിനെ അനായാസം അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ച് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വലിയ തിരിച്ചടി നേരിടുന്നു. ഒപ്പം ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തുടരുന്നു. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണല്ലോ ഈ സൈനിക മേധാവിക്ക് മാർഷൽ പദവിയൊക്കെ നൽകിയിട്ടുള്ള ഒരു വിജയം അവർ ആഘോഷിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം അവിടുത്തെ ജനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾ ഉൾക്കൊള്ളും? കാരണം എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാനിൽ മതവികാരം എന്നത് ശക്തമാകുന്ന ഒന്നാണ്. ഒരുപക്ഷെ മറ്റ് ബംഗ്ലാദേശോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ ഒക്കെ എടുത്താലും അവിടെ മതവികാരത്തിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധത എന്നത് ഒരു പരിധിവരെയെങ്കിലും ആ മതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? ശ്രീ കെ വി തോമസ്. ഇത് രണ്ട് ഘട്ടങ്ങളായി താങ്കൾ ഉയർത്തിയ ഈ ചോദ്യങ്ങളെ നമ്മൾക്ക് വിശകലനം ചെയ്യാമെന്ന് ആണ് തോന്നുന്നത്. ഒന്ന്, ആദ്യമായിട്ട് നമുക്ക് ബലൂചിസ്ഥാനിലേക്ക് വരാം. ബലൂചിസ്ഥാനിൻ്റെ കാര്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ഭരണകൂടം 1960-70 കാലഘട്ടങ്ങൾ തൊട്ട് ബലൂജ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സുൽഫക്കർ അലി ഭൂട്ടോ പാകിസ്ഥാനിൽ അധികാരത്തിലിരുന്ന 1970 കാലഘട്ടത്തിൽ ബലൂജിൽ നിന്നുള്ള ഖൗസ് ബിജൻജോ എന്ന് പറയുന്ന ബലൂജി പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവിനെ ബലൂചിസ്ഥാനിലെ ഗവർണറായി അവരോധിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സുൽഫിക്കർ അലി ഭൂട്ടോ ആ ദൗത്യവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ആ ദൗത്യം പരിപൂർണമായി പരാജയപ്പെട്ടു. എങ്ങനെയാണ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1973 കാലഘട്ടത്തിൽ ഈ ബിജൻജോയെ അധികാരത്തിൽ നിന്നും ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കുക മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ജയിലിലടച്ചു. ജയിലിലടയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ എന്നും ഇറാനിൽ നിന്ന് വരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയെ സഹായിക്കുന്ന ഒരു ദൗത്യത്തിൽ ഈ പറയുന്ന ബിജൻജോ പങ്കുവഹിച്ചു എന്നതാണ്. അതിനുശേഷം അധികാരത്തിൽ വന്ന ബനാസിർ ഭൂട്ടോയും നിരന്തരമായ ശ്രമങ്ങൾ നടത്തി ബലൂചിസ്ഥാനിൽ ഒരു സമാധാന അന്തരീക്ഷം സംജാതമാക്കാൻ. പക്ഷേ ഈ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. മാത്രമല്ല, ബലൂജ് ലിബറേഷൻ ആർമി BLA അതിൻ്റെ സാന്നിധ്യം ബലൂചിസ്ഥാനിൻ്റെ മിക്ക ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇറാനിൽ നിന്നും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നും, അക്കാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്നത്തെ റഷ്യയിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പാകിസ്ഥാൻ സംയോജിതമായി ആരോപിക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് 100% ആധികാരികതയോടുകൂടി പറയുവാൻ സാധിക്കുകയില്ല. ഇനി ഇന്ത്യയുടെ നിലപാടിനെ പറ്റി പറഞ്ഞു വന്നാൽ, ഇന്ത്യ ഇവിടെ സൂചിപ്പിച്ച പോലെ ബലൂചിസ്ഥാനിൻ്റെ മനുഷ്യ പൗരാവകാശ ധ്വംസനങ്ങൾക്കെതിരെയായി നിരന്തരമായിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമി അവിടെ കാട്ടിക്കൂട്ടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, പൗരാവകാശ ലംഘനങ്ങൾ, ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരായിട്ട് നടത്തുന്ന അതിക്രമങ്ങൾ, ഇതെല്ലാം ഇന്ത്യ കാലാകാലങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ വളരെ കാര്യമാത്ര പ്രസക്തമായി ബലൂജ് പ്രസ്ഥാനത്തിൽ പറയുന്നത്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂജ് അവരുടെ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തന്നെയും അവിടെ ഇന്ത്യ തങ്ങളുടെ സാന്നിധ്യം നേരിട്ട് അറിയിക്കുവാനുള്ള ഒരു ശ്രമങ്ങളും നടത്തുകയില്ല. എന്നാൽ ബലൂജ് ജനതയോട് ഒന്നി നിന്നുകൊണ്ട് ആ ജനതയുടെ മാനുഷിക പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ദൗത്യത്തിൽ അവർ സജീവമായി പങ്കെടുക്കും, നമ്മുടെ ഗവൺമെന്റ് സജീവമായി പങ്കെടുക്കും എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബലൂജികൾക്ക് കൃത്യമായി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്ന തരത്തിൽ അവിടുത്തെ ഭരണകൂടങ്ങൾ പലപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. താങ്കളുടെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാലാകാലങ്ങളിൽ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് നയതന്ത്രപരമായിട്ട് പറഞ്ഞാൽ ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ അന്തർദേശീയ തലത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നതിൻ്റെ ഒരു
ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഒരു രീതിയിലും സൈനികമോ അല്ലെങ്കിൽ അതുപോലെയുള്ള യാതൊരുവിധ ഇടപെടലുകളും നമ്മുടെ രാഷ്ട്രം ഭാരതം ബലൂചിസ്ഥാനിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് നഗ്നസത്യമാണ്. പക്ഷേ ബലൂച്ച് ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ മനുഷ്യാവകാശ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു അന്തർദേശീയമായിട്ടുള്ള ജനീവ കൺവെൻഷന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് നീങ്ങുന്നത്. ഇതാണ് ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഘട്ടത്തിൽ താങ്കൾ ഉയർത്തിയ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ളത്, ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള നിരന്തരമായ പ്രശ്നങ്ങളിൽ കൂടി നീങ്ങുന്ന പാകിസ്ഥാൻ അവിടുത്തെ ജനതയുടെ വിശ്വാസം തേടിയെടുക്കുന്ന പ്രക്രിയയിൽ എത്രമാത്രം വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും പാകിസ്ഥാൻ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഷബാസ് ഷെരീഫിനോ അല്ലെങ്കിൽ അസീം മുനീറിനോ പാകിസ്ഥാൻ ജനതയുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇമ്രാൻഖാൻ നയിക്കുന്ന പാകിസ്ഥാൻ താരിഫ് ഇസ്ലാമിക് പാർട്ടിക്ക് പല കേരികളും പ്രത്യേകിച്ചുള്ള പക്തൂൺ പ്രൊവിൻസുകളിൽ അതിന്റെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്തൂണിസ്ഥാൻ പ്രൊവിൻഷ്യൽ ഈ PTIയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും പാകിസ്ഥാൻ ജനത ഇന്ന് നിലനിൽക്കുന്ന ഷബാസ് ഷെരീഫിന്റെ ഭരണകൂടത്തോടോ അല്ലെങ്കിൽ അസീം മുനീർ നയിക്കുന്ന സൈനിക സംവിധാനത്തോടോ 100% സഹകരിക്കുന്നില്ല. മാത്രമല്ല അവരുടെ വിശ്വാസം, പാക് ജനതയുടെ വിശ്വാസം നേടിയെടുക്കുന്ന പ്രക്രിയയിൽ അവർക്ക് കാര്യമായ വിജയം നേടിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു തൃപ്തിപ്പെടുത്തൽ അല്ലെങ്കിൽ മാർഷൽ പദവി നൽകി ഈ സൈനിക മേധാവി ഒപ്പം നിർത്തുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു ഇടവേള അനിവാര്യമാണ്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ബ്രിഗേഡിയർ വേണു നായർ, ഇവിടെ ഇതാ ഈ ഷഹബാസ് ഷെരീഫ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇന്ത്യയെ നിരന്തരം കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല, ഇന്ത്യ ഒരു തേർഡ് പാർട്ടിയെ ചർച്ചയുടെ ഭാഗമാക്കാൻ അനുവദിക്കുന്നില്ല, മറ്റൊരു സ്ഥലത്ത് ചർച്ച നടത്താമെന്നതിനോട് ഇന്ത്യ യോജിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള മറുപടി അത് എക്കാലവും ഉണ്ടാകും. അതിപ്പോൾ ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നാലും അവിടെ സൈന്യം ഭരിച്ചാലും ഒക്കെ പാകിസ്ഥാൻ്റെ ഒരു സ്ഥായിയായ നിലപാടാണിത്. പക്ഷേ ഷഹബാസ് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ ചില ആശ്വാസങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക, അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണല്ലോ ഇപ്പോൾ ഈ സൈനിക മേധാവിക്ക് ഇങ്ങനെ ഒരു പദവി നൽകുന്നത്. അപ്പോൾ പോലും അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇന്ത്യ വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ട് പാകിസ്ഥാനെ ഐക്യപ്പെടുത്തുക എന്ന ആ തന്ത്രം അങ്ങനെ വിജയിക്കുമെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇത് ശരിക്കുള്ള വിശകലനം ചെയ്താൽ പാകിസ്ഥാനെ ഇത്രയും നാണം കെടുത്തിയ ഈ സ്ഥിതിയിൽ എത്തിച്ചത് മുനീറാണ്. ആക്ച്വലി സ്പീക്കിംഗ് അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്യേണ്ടതാണ്. നോർമൽ ഒരു ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്യേണ്ടതാണ്. പക്ഷേ മുനീറിനെ ഫീൽഡ് മാർഷലാക്കിയത് ഷെരീഫിൻ്റെ ഹെൽപ്ലെസ്നെസ്സാണ്. അദ്ദേഹത്തെ മുനീറിൻ്റെ ആശയം അനുസരിച്ചാണ് ചെയ്തത്. പിന്നെ ഫേസ് സേവിങ് ആയിട്ടാണ്. പിന്നെ ഈ ഒരു മാർഷൽ ലോയിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം നമുക്ക് നോക്കിയാൽ, ഈ സിവിലിയൻസിനെ കൂടി വിചാരണ ചെയ്യാനുള്ള അധികാരമുള്ള മിലിറ്ററി കോർട്ടുകൾ ഉണ്ടാവുന്നത് ആക്ച്വലി മാർഷൽ ലോ ഉള്ളിടത്താണ്. ആസ് ഫാർ ആസ് പാകിസ്ഥാൻ ഈസ് കൺസേൺഡ് 1958 മുതൽ 2008 വരെ ഏതാണ്ട് 33 വർഷം മാർഷൽ ലോ പട്ടാള ഭരണം ഉണ്ടായ സ്ഥലമാണ്. ഈ ഫീൽഡ് മാർഷൽ എന്ന പദവി ഇരിക്കുന്ന ഒരാൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ട് മുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ആദ്യത്തെ ഇതിനു മുമ്പ് ഒരൊറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞതാണല്ലോ. ജനറൽ ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ ആണ്. അദ്ദേഹം 59 ഫീൽഡ് മാർഷൽ ആകുമ്പോൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നുള്ള പദവി വേറെ ആൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മുനീർ, ആസ് ഫാർ ആസ് മുനീർ ഈസ് കൺസേൺഡ്, ഇപ്പോൾ ഈ നവംബറിൽ അദ്ദേഹത്തിൻ്റെ 3 വർഷം തികയുന്നു. പിന്നെ ആസ് പെർ ദ അമെൻമെന്റ് ഒരു 2 വർഷം കൂടി, അദ്ദേഹം 5 വർഷം അദ്ദേഹത്തിന് ഏതായാലും ഇരിക്കാം. പക്ഷേ അയൂബ് ഖാന്റെ ടൈമിലുള്ള ഒരു എൻവയോൺമെന്റൽ ഇപ്പോഴുള്ളത്, that time army was a good boy in the public image. ഇപ്പൊ നമ്മള് ലാഹോറിലെ റാവൽപിണ്ടിയിലെ കോർ ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന്റെ കോർ കമാൻഡറിന്റെ വീട്ടിൽ ആൾക്കാരെ കയ്യേറ്റം ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആർമി അവരുടെ ഇമേജ് എല്ലാം പഴയ ഇമേജ് ഒന്നും അല്ല ഇപ്പോഴും. പിന്നെ മുനീർ ഇപ്പൊ മാർഷൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമോ എന്നുള്ള കാര്യം, അദ്ദേഹം ഇൻ എനി കേസ് അങ്ങനെയാണ് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ചെയ്യുന്നത് ഇപ്പോൾ. അതുകൊണ്ട് മാർഷൽ ലോ എടുത്ത് ആ ഒരു ചുമതല കൂടി തലവയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് ആസ് ഫാർ ആസ് ഇന്ത്യ ഈസ് കൺസേൺഡ് നമുക്ക് വളരെ വിഷമം പിടിച്ച ഒരു
പവർ ഇക്വേഷനാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. ഇദ്ദേഹം ചീഫ് ആർമി സ്റ്റാഫ് ആയിട്ട് തന്നെ ഇരുന്നാലും ഇല്ലെങ്കിൽ ഒരു മാർഷ്യലോ ആയാലും ഏതായാലും നമുക്കെതിരായിട്ട് ഒരു പ്രതികരണം പാകിസ്ഥാനിൽ നിന്ന് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നമ്മുടെ വർക്കിംഗ് പ്രോഗ്രസ് ആണ് നമ്മുടെ ഹൈപ്പർ സോണിക്കിലേക്കുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ളതിലേക്ക് നമുക്ക് ഫണ്ട് കൂടുതൽ കിട്ടേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ എനിക്ക് എൻ്റെ ഒരു തിങ്കിങ് വെച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആദ്യം നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് പാകിസ്ഥാൻ പോകാൻ പോകുന്ന ഒരു സൂപ്പർസോണിക് മിസൈലെങ്കിലും ഉണ്ടാക്കാൻ അവർ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. വെപ്പൺസ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ, യുക്രൈനാണ് ഏറ്റവും മുമ്പിൽ, രണ്ടാമത് നമ്മളാണ്. പക്ഷേ പാകിസ്ഥാനും അത്ര പുറകിലില്ല, ലോകത്തിൽ അഞ്ചാമത്തെ ഇമ്പോർട്ടറാണ് അവര്. അപ്പോ ഫണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യക്കെതിരായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അവര് ഉള്ള പണം മുഴുവനും രസിക്കും. തീർച്ചയായും അവിടെ സൈനിക മേധാവിക്ക് പുതിയ പദവി നൽകിയത് അത് ഇന്ത്യ വിരുദ്ധതയുടെ പേരിലാണെങ്കിൽ ഇനി തുടർന്ന് ആ ഇന്ത്യ വിരുദ്ധതയുമായി എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ മുന്നോട്ട് പോവുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത്തരം ജാഗ്രത ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തുടരുക തന്നെ വേണം എന്നതും വ്യക്തമാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.